നമ്മളൊക്കെ സിനിമയിൽ കണ്ട കാര്യങ്ങളാണ് ജയിലിൽ യഥാർത്ഥത്തിൽ നടക്കുന്നത് അല്ലേ? പണവും മേലുദ്യോഗസ്ഥൻ വരുന്നു അല്ലേ, ഇവരെ ഉപയോഗിക്കുന്നു, ദുരുപയോഗം ചെയ്യുന്നു. ഇതിലിപ്പോൾ ആരെങ്കിലും പരാതിപ്പെട്ട ആരെങ്കിലും എതിർത്ത് പറയാ ചെയ്താൽ അവരെ ഇല്ലാണ്ടാക്കുക അല്ലെങ്കിൽ അവരെ നിശബ്ദരാക്കാൻ മറ്റേതെങ്കിലും വഴിയിലൂടെ, അതും വേറൊരു വഴി. അതുകൂടെ അവരവരുടെ ഇഷ്ടത്തിന് ഒരുപാട് കാമുകന്മാരുണ്ടാക്കി അവരവരുടേതായ രീതിയിൽ ജീവിച്ചു പോരുന്ന സ്ഥിതിക്ക് പിന്നെ ആ സ്വത്തിനോട് ആക്രാന്തം കൂത്തിട്ടില്ല അയാളെ കൊന്നത്. അവർക്ക് മാനസാന്തരം വന്നൊക്കെയാണല്ലോ പറയുന്നത്. മാനസാന്തരം വരുന്നത് ഇങ്ങനെയാണ്, മറ്റുള്ള പ്രതികളെ ഭീഷണിപ്പെടുത്തിയിട്ട് എല്ലാ കാര്യങ്ങളും നിറവേറ്റാം. അവരൊതുങ്ങി കൂടിയിട്ടൊന്നല്ലല്ലോ ഇപ്പോൾ ജീവിക്കുന്നത്, അവരവിടെ ഫ്രീ ബേഡായിട്ടാണോ ജീവിക്കുന്നത്, ജയിലിലായാലും പുറത്തായാലും. ഒരു തടവുകാരിനെ ലൈംഗികമായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് തടവുകാരി സമ്മതമാണ് പ്രസക്തമല്ല എൻ്റെ അറിവിൽ. കാരണം തടവുകാരിയുടെ ശരിക്കും അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കപ്പെട്ടാണ് ജയിലിൽ കഴിയുന്നത്. അവരുടെ പിന്നെ അവരുടെ സമ്മതത്തിന് അവിടെ പ്രസക്തി ഇല്ല. അപ്പോൾ ശരിക്കും അയാളും കുറ്റക്കാരനാണ്. അപ്പോൾ പിന്നെ അയാൾക്കതൊന്നും അറിയേണ്ട കാര്യമില്ല. അയാൾ എന്നെ ഭീഷണിപ്പെടുത്തിയത് ജയിലിൽ നിന്ന് ഇറങ്ങില്ല എന്നുകൊണ്ടാണ്. വനിതാ ജയിലിൽ പുരുഷ ഉദ്യോഗസ്ഥന്മാരുണ്ടോ? ഇല്ല, പാടില്ലല്ലോ അല്ലേ? ഇല്ല, പാടില്ല. പിന്നെ എന്തിനായിരുന്നു ഈ ഇദ്ദേഹം ഷെറിനെ കാണാനും DIG ആയിട്ടുള്ള ഫിസിക്കൽ റിലേഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഷെറിൻ പറഞ്ഞു. മറുപടി എക്സ്ക്ലൂസീവ് കാണാം ജനം ടിവിയിൽ നാളെ രാത്രി 7 മണിക്ക്. This program show credits BIS Hallmark 9164 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. മുടി കൊഴിച്ചിൽ നിയന്ത്രിക്കുന്നതിനോടൊപ്പം മുടി വളർച്ച കൂട്ടുന്നു. അമൃത് വേണി ഹെയർ എലിക്സിർ ഫോർ വിമൻ.